ബാങ്ക് ലോക്കറിൽ നിങ്ങൾ സൂക്ഷിക്കുന്ന സ്വർണം നഷ്ടപ്പെട്ട ബാങ്കിന് യാതൊരു ഉത്തരവാദിത്വം ഉണ്ടാവില്ല. നിങ്ങൾ പ്രതിമാസം ലോക്കറിനടയ്ക്കുന്ന തുകയുടെ 100 ഇരട്ടി മാത്രമേ തിരികെ ലഭിക്കൂ. 2000-3000 രൂപ അടച്ച 2 ലക്ഷമോ 3 ലക്ഷം രൂപയെ തിരികെ ലഭിക്കത്തുള്ളൂ. നിങ്ങൾ 25 പവൻ വെച്ചോ 100 പവൻ വെച്ചോ എന്നുള്ളത് ഒരിക്കലും ബാങ്കിന് അറിയാവുന്ന ഒരു കാര്യമല്ല. ലോക്കർ നിങ്ങളുടെ മാത്രം സ്വകാര്യതയാണ്. പിന്നെ സ്വർണം എങ്ങനെ സുരക്ഷിതമായിട്ട് സൂക്ഷിക്കാം? സ്വർണത്തിന് ഇൻഷുറൻസ് എടുക്കാവുന്നതാണ്. പക്ഷേ ഇവിടെ എല്ലാവർക്കും ഇൻഷുറൻസ് എടുക്കാൻ കഴിയുന്നതല്ല. അതുപോലെ ബാങ്ക് ഡയറക്റ്റ് ആയിട്ട് സ്വർണത്തിന് ഇൻഷുറൻസ് ഇഷ്യൂ ചെയ്യുന്നതുമല്ല. ഇപ്പം കല്യാണം കഴിയുന്നവർ ബാങ്ക് ലോക്കറിൽ സ്വർണം സൂക്ഷിക്കുന്നതിനേക്കാൾ സേഫ് അതേ സ്വർണം നിങ്ങൾ പണയം വെക്കുന്നതാണ്. പണയം വെക്കുമ്പോൾ ബാങ്കിന് നിങ്ങൾ എത്ര സ്വർണമാണോ കൊടുത്തത്, എത്ര ഉരുപ്പിടികളാണെന്നുള്ളത് കൃത്യമായ രേഖകൾ കാണും. ആ പണം അവിടെ തന്നെ ഫിക്സഡ് ഇട്ടുകൊണ്ട് അതിന് പലിശ അടയ്ക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്വർണവും സേഫാണ്, പൈസയും സേഫാണ്. ഈ സാഹചര്യത്തിൽ നിങ്ങളുടെ സ്വർണം ബാങ്കിൽ നിന്ന് നഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എത്ര സ്വർണ്ണമാണോ അവിടെ സബ്മിറ്റ് ചെയ്തത് ആ രേഖകളുടെ അടിസ്ഥാനത്തിൽ ആ സ്വർണം പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നതാണ്. ഇനി ബാങ്ക് ലോക്കറിൽ വെച്ച് സ്വർണം എന്തെങ്കിലും ഒരു നാച്ചുറൽ കലാമിറ്റി, വെള്ളപ്പൊക്കമോ ഭൂമികുലുക്കോ സംഭവിച്ച് നഷ്ടപ്പെടുന്ന സമയത്ത് നിങ്ങൾക്ക് യാതൊന്നും തന്നെ തിരിച്ച് ലഭിക്കത്തില്ല. പണയം വെക്കുന്ന സ്വർണം എപ്പോഴും സുരക്ഷിതമായിരിക്കും, അതിന് രേഖകളും ഉണ്ട്. സ്വർണത്തിൻ്റെ വില ഉയരുമ്പോൾ സാധാരണക്കാർ ലോക്കർ തേടി പോകുന്ന പ്രവണത കൂടുതലായതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ മറ്റ് ജനങ്ങൾക്ക് അയച്ചു കൊടുക്കാൻ മറക്കണ്ട. നിങ്ങളുടെ അഭിപ്രായം പ്രത്യേകം കമൻറ്റ് ചെയ്യൂ.